എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യൂദയുടെ ലേഖനം 1-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ദൈവം നമ്മെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകളെക്കുറിച്ച് യൂദയുടെ ലേഖനത്തിൽ നാം പഠിക്കുന്നുണ്ട്. ഒന്ന്, നാം കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. കാരണം കർത്താവ് നമ്മെ വില കൊടുത്ത് വാങ്ങിയതാണല്ലോ. നാം അവൻ്റെ അവകാശികളാണ്, അവൻ്റെ മക്കളുമാണല്ലോ. അപ്പോൾ കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ വീണ്ടും യാക്കോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്, വീഴാതെ വണ്ണം നമ്മെ ദൈവം സൂക്ഷിക്കുകയും ചെയ്യുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിയുന്നവന് എന്ന് പറയുന്നു. അപ്പം നാം വീണു പോകുക എന്ന് പറയുന്നത് ശാരീരിക വീഴ്ചയെക്കുറിച്ചല്ല, വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ചയെക്കുറിച്ചാണ്. നാം വിശ്വാസത്തിൽ നിന്ന് വീണു പോകാനിട വരാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നതും ദൈവമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ ആണ്. അപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും കൃപ കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം നിൽക്കുന്നത്. എന്നാൽ കർത്താവിനായി സൂക്ഷിക്കപ്പെട്ട നമ്മൾ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ ഭാഗത്തൊരു കടപ്പാട് നാം ഇവിടെ വായിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പം നാം നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കടപ്പാടാണ് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ നാം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മുന്നറിയിപ്പ് യൂദ നൽകുന്നുണ്ട്. തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, അവരെ ചങ്ങലയിട്ട് ദൈവം സൂക്ഷിച്ചു. ഇതൊരു മുന്നറിയിപ്പാണ്. വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിക്കുകയും കർത്താവിനായി നമ്മെ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കും. ദൈവസ്നേഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് രണ്ട് വശങ്ങളുണ്ട്. സോൺ ഓഫ് ഹിസ് ഫയർ, സോൺ ഓഫ് ഹിസ് ലവ്. ഞാൻ നേരത്തെ അത് ഓർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വശമുണ്ട്, ദൈവത്തിന്റെ കോപത്തിന്റെ വശമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കോപത്തിന്റെ വശത്തിൽ വസിച്ചാലും ഒരുപക്ഷെ അനുഗ്രഹങ്ങൾക്കോ നന്മകൾക്കോ ഒന്നും വലിയ കുറവ് വരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവസ്നേഹത്തിൽ വസിക്കുന്നവർക്ക് എല്ലാം ലഭിക്കണമെന്നും നിർബന്ധമില്ല. അതിനെല്ലാം തെളിവുകൾ നമുക്ക് തിരുവഴുത്തിലുണ്ട്. ഒരു ചെറിയ ഉദാഹരണം, ഇസ്രായേൽ മക്കൾ, അവരെക്കുറിച്ച് എബ്രായ ലേഖനം തന്നെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. 40 വർഷം ദൈവം ആരോട് ക്രൂദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അപ്പോൾ 40 വർഷം ഇസ്രായേൽ മക്കൾ കഴിഞ്ഞത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വശത്തിലല്ലല്ലോ, ദൈവത്തിന്റെ കോപത്തിന്റെ വശത്തിലാണ് ജീവിച്ചത്. അപ്പോഴും ഒരു ദിവസം പോലും മന്ന മുടക്കിയിട്ടില്ല, ഒരു നന്മയ്ക്കും മുടക്കം വരുത്തിയില്ലല്ലോ. അതാണ് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. കാരണം 5 പൈസയുടെ ചെലവില്ലല്ലോ. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ചില്ലെങ്കിൽ പോലും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ലഭിച്ചെന്ന് വരും. അതല്ലേ ആസാഫ് നമ്മെ പഠിപ്പിക്കുന്നത്. താൻ കുറ്റമില്ലായ്മയെ കൈകളെ കഴിയതും പറ്റിയോടെ ജീവിച്ചതും വ്യർത്ഥമായി പോയോ എന്ന് പോലും തനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ദൈവസ്നേഹത്തിൽ വസിച്ചാലും നമുക്കൊരു പക്ഷേ കഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ഭാഗത്തൊരു കടപ്പാട്, നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കണം. എപ്പോഴും നാം ചിന്തിക്കണം, ഞാൻ ദൈവത്തിന്റെ കോപത്തിന്റെ വശത്തിലോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വശത്തിലോ ജീവിക്കുന്നത്. നമുക്കറിയാവുന്ന പല തെളിവുകൾ തിരുവഴുത്തിലുണ്ട്. ആകയാൽ
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വശത്തിൽ നമുക്ക് ജീവിക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. ദൈവം കോപിച്ചാൽ നാം നശിച്ചു പോകും. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴി നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ സ്നേഹത്തിൻ്റെ വശം അതിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ വീഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ കാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവിനായി ഞങ്ങളെ സൂക്ഷിച്ച ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ കൃപ തരണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.